എല്ലാ ക്രിസ്തു സഹോദരീ സഹോദരന്മാർക്കും സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവറിഡേയുടെ പുതിയൊരു ഭാഗത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത് ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായമാണ്. അതെ, അബ്രഹാമിന്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായം. വിശ്വാസവും ഭയവും തമ്മിലുള്ള ഒരു പോരാട്ടം. ശരിയാണ്. നമ്മൾ കഴിഞ്ഞ തവണ സോദോമിന്റെ നാശം കണ്ടു, അല്ലെ? ഭയാനകമായ സംഭവങ്ങൾ. അതിനുശേഷം അബ്രഹാം യാത്ര തുടരുകയാണ്. ഗെരാർ എന്ന പുതിയൊരു ദേശത്തേക്ക് എത്തുന്നു. ഭാര്യ സാറയുമുണ്ട് കൂടെ. അപ്പോ ഗെരാറിലെ രാജാവാണ് അബീമേലെക്ക്. അവിടെയാണ് ഈ കഥ നടക്കുന്നത്. ഉൽപ്പത്തി 19-ലെ ആ വലിയ തീയും ഗന്ധകമൊന്നും അല്ല ഇവിടെ. കുറച്ചുകൂടി സൂക്ഷ്മമായ കാര്യങ്ങളാണ്. അതെ, വ്യക്തിപരമായ പോരാട്ടങ്ങൾ, ഹൃദയത്തിനകത്തെ സംഘർഷങ്ങൾ. കൃത്യമായി പറഞ്ഞാൽ ഭയം, പിന്നെ ആ ഭയത്തിൽ നിന്നുണ്ടാകുന്ന ചില വഞ്ചനകൾ, നുണകൾ. പക്ഷേ അതിനെല്ലാം ഉപരിയായി ദൈവത്തിന്റെ ഒരു ഇടപെടൽ, ഒരു കൃപ, അതും നമ്മൾ കാണുന്നുണ്ട്. ആ കൃപയാണ് ഇതിലെ ഏറ്റവും വലിയ സന്ദേശം എന്നെനിക്ക് തോന്നുന്നു. അപ്പം നമുക്ക് ഈ അധ്യായത്തിലേക്ക് കടക്കാം. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്? സത്യസന്ധത, ദൈവത്തിലുള്ള ആശ്രയം, പിന്നെ നമ്മുടെയൊക്കെ ബലഹീനതകൾ, അതിനിടയിലും നമ്മെ താങ്ങുന്ന ദൈവത്തിന്റെ കരുണ. അതെ, നമുക്ക് ആദ്യത്തെ വാക്യങ്ങളിലേക്ക് വരാം. അബ്രഹാം ഗെരാരിലെത്തി. വാക്യം 1-2. അവിടെ എത്തിയ ഉടനെ അബ്രഹാമിന്റെ ഉള്ളിൽ ഒരു ഭയം കയറിക്കൂടുന്നു. പഴയ ഭയം. അതെ, പഴയ ഭയം. സാറയുടെ സൗന്ദര്യം, അത് തനിക്ക് ആപത്താവുമോ എന്ന പേടി. ഇത് മുമ്പും സംഭവിച്ചിട്ടുണ്ടല്ലോ, അല്ലേ? ഈജിപ്തിൽ വെച്ച് ഓർമ്മയില്ലേ? ഫറവോന്റെ അടുത്ത് വെച്ചും ഇതേ തന്ത്രം പ്രയോഗിച്ചു. ഇവൾ എന്റെ സഹോദരിയാണ്. ഇവിടെയും അബീമലേക്ക് രാജാവിന്റെ മുമ്പിലും അതേ തന്ത്രം ആവർത്തിക്കുന്നു. അവൾ എന്റെ സഹോദരിയാണ്. സാറയോട് അങ്ങനെ പറയാൻ ആവശ്യപ്പെടുന്നു. എന്തുകൊണ്ടാണ് വിശ്വാസത്തിന്റെ പിതാവ് എന്ന് നമ്മൾ വിളിക്കുന്ന ആള് വീണ്ടും അതെ, വീണ്ടും ഇതേ ദിക്കിലേക്ക് പോകുന്നത്? ദൈവത്തിലുള്ള ആശ്രയം എവിടെ പോയി? അതൊരു വലിയ ചോദ്യമാണ്. ഒരുപക്ഷേ ഇത് അബ്രഹാമിന്റെ ആ മാനുഷിക ബലഹീനതയെ അതിനെയാണ് കാണിക്കുന്നതല്ലേ? തീർച്ചയായും. എത്ര വലിയ വിശ്വാസിയാണെങ്കിലും ചില നേരങ്ങളിൽ ഭയം നമ്മളെ കീഴ്പ്പെടുത്താം. ഇവിടെ അവൾ എന്റെ സഹോദരിയാണ് എന്ന് പറയുന്നത്, അതൊരു മുഴുവൻ കളവുമല്ല എന്നൊരു വാദമുണ്ടല്ലോ. ശരിയാണ്. സാറ അബ്രഹാമിന്റെ അർദ്ധ സഹോദരിയാണ്. ഒരേ അപ്പൻ, പക്ഷെ അമ്മമാർ വേറെ. പക്ഷെ ഭാര്യ എന്നുള്ള ആ പ്രധാന സത്യം മറച്ചുവെക്കുകയാണ്. അതൊരു ഭാഗിക സത്യം, ചിലപ്പോൾ പൂർണ്ണ കളവിനേക്കാൾ അപകടകാരി. ശരിയാണ്. സ്വയം രക്ഷിക്കാനുള്ള ഒരു ശ്രമം. ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം സ്വന്തം ബുദ്ധിയിൽ, തന്ത്രത്തിൽ ആശ്രയിക്കുന്നു. ദൈവം സംരക്ഷിക്കും എന്ന ബോധ്യം അവിടെ കുറഞ്ഞു പോവുകയാണ്. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തില് സമ്മർദ്ദങ്ങൾ വരുമ്പോ സംഭവിക്കാം. നമ്മളും ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നതിന് പകരം കുറുക്ക് വഴികൾ നോക്കാറില്ലേ? കാഴ്ചയെ മറയ്ക്കും. ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസത്തെ ചിലപ്പോഴത് മങ്ങിക്കും. അപ്പോ അബ്രഹാം ഈ ഭാഗിക സത്യം പറഞ്ഞു. അതിന്റെ ഫലം ഉടനെ കാണുന്നുണ്ട്. 3-ാം വാക്യം മുതൽ അങ്ങോട്ട്. അതെ, രാജാവായ അബീമേലെക്ക് സാറ സഹോദരിയാണെന്ന് കേട്ടു, സുന്ദരിയാണെന്ന് കണ്ടു. അവളെ തന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. ഒരുപക്ഷേ ഭാര്യയാക്കാൻ തന്നെ ആയിരിക്കാം ഉദ്ദേശ്യം. സാധ്യതയുണ്ട്. സാഹചര്യം വഷളായി. അബ്രഹാമിന്റെ ഭയം, ആ ചെറിയ നുണ വലിയൊരു പാപത്തിലേക്ക് നയിച്ചേക്കാവുന്നൊരവസ്ഥ. അവിടെയാണ് ദൈവത്തിന്റെ ഇടപെടൽ വരുന്നത്. അത്ഭുതകരമായൊരു ഇടപെടൽ. ദൈവം നേരിട്ടിടപെടുന്നു. രാത്രിയിൽ അബീമേലെക്കിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ഒരു ശക്തമായ താക്കീതാണല്ലേ? വളരെ ശക്തമായ താക്കീത്. നീ എടുത്ത സ്ത്രീ നിമിത്തം നീ മരിക്കും. അവളൊരു ഭർത്താവുള്ള സ്ത്രീയാണ്. അബീമേലെക്ക് നെട്ടിപ്പോയി കാണും. തീർച്ചയായും. അവൻ ഉടനെ ദൈവത്തോട് വാദിക്കുന്നുണ്ട്. തന്റെ നിരപരാധിത്വം പറയുന്നു. ആ വാദം വളരെ ശ്രദ്ധേയമാണ്. കർത്താവേ, നീതിയുള്ള ജനതയെയും അങ്ങ് കൊല്ലുമോ? അതെ, അവൻ തന്നെയല്ലേ എന്നോട് ഇവൾ സഹോദരിയാണെന്ന് പറഞ്ഞത്? അവളും അവൻ സഹോദരനാണെന്ന് പറഞ്ഞല്ലോ. ഞാനിത് ചെയ്തത് എന്റെ ഹൃദയത്തിന്റെ നിർമ്മലതയോടെയാണ്, എന്റെ കൈകളുടെ നിഷ്കളങ്കതയോടെയാണ്. എത്ര സത്യസന്ധമായിട്ടാണ് ആ രാജാവ് പറയുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ ഉടമ്പടിക്ക് പുറത്തുള്ള ഒരു വിജാതീയ രാജാവിന്റെ നീതിബോധമാണ്. അത് അബ്രഹാമിന്റെ പ്രവൃത്തിയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ശരിക്കും നമ്മളെ ചിന്തിപ്പിക്കും. അതിലും അത്ഭുതം, ദൈവം അബീമേലെക്കിന്റെ ആ വാദം അംഗീകരിക്കുന്നു എന്നതാണ്. അതെ, ദൈവം പറയുന്നു, അതെ, നിന്റെ ഹൃദയത്തിന്റെ നിർമ്മലതയിൽ നീ ഇത് ചെയ്തു എന്നെനിക്കറിയാം. അതുകൊണ്ടാണ് എനിക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ ഞാൻ നിന്നെ തടഞ്ഞത്. എങ്ങനെയാണ് തടഞ്ഞത്? അബീമേലെക്കിന്റെ ഭവനത്തിലെ സ്ത്രീകളുടെ ഗർഭപാത്രങ്ങൾ അടച്ചുകളഞ്ഞു എന്ന് പറയുന്നു. അതെ, അത് സാറയെ സ്പർശിക്കുന്നതിൽ നിന്ന് രാജാവിനെ തടയാനും വലിയൊരു പാപത്തിൽ നിന്ന് അവനെ രക്ഷിക്കാനുമായിരുന്നു. ദൈവത്തിന്റെ ഒരു കരുതൽ. ഇവിടെ നമ്മളൊന്ന് നിർത്തി ചിന്തിക്കണം.
അബ്രഹാം ദൈവത്താൽ വിളിക്കപ്പെട്ടവൻ ഭയന്ന് നുണ പറയുന്നു. അതേസമയം അബിമേലെക്ക് ഉടമ്പടിക്ക് പുറത്തുള്ളവൻ നീതിയോടെ പെരുമാറുന്നു. ദൈവം അവന്റെ നീതിയെ അംഗീകരിക്കുന്നു, അവനെ സംരക്ഷിക്കുന്നു. ഇത് നമ്മുടെയൊക്കെ മുൻവിധികളെ ചോദ്യം ചെയ്യുന്നില്ലേ? നമ്മുടെ ആളുകൾക്കേ നന്മയുള്ളൂ, പുറത്തുള്ളവർ മോശക്കാരാണ് എന്നൊക്കെ നമ്മൾ പെട്ടെന്ന് വിധിയെഴുതാറില്ലേ? ഉണ്ട്. അബ്രഹാം തന്നെ പറയുന്നുണ്ടല്ലോ, ഈ സ്ഥലത്ത് ദൈവഭയം ഒട്ടുമില്ല എന്ന്. അതെ, അതൊരു മുൻവിധിയായിരുന്നു. പക്ഷെ അബിമേലെക്കിന്റെ പ്രതികരണം അത് തെറ്റാണെന്ന് തെളിയിച്ചു. അപ്പോ നീതിയും ദൈവഭയവും നമ്മൾ പ്രതീക്ഷിക്കാത്തിടങ്ങളിലും കാണാം. അത് നമ്മളെ കുറച്ചുകൂടി വിനയമുള്ളവരാക്കണം. തീർച്ചയായും. രാവിലെ ആയപ്പോൾ അബിമേലെക്ക് വെറുതെയിരുന്നില്ല. ഇല്ല. 8-ാം വാക്യം മുതൽ നമ്മൾ കാണുന്നത് അദ്ദേഹം അബ്രഹാമിനെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യുകയാണ്. നല്ല ദേഷ്യത്തോടെയും അത്ഭുതത്തോടെയുമാണ് ചോദിക്കുന്നത്. നീ ഞങ്ങളോട് എന്താണീ ചെയ്തത്? എന്റെ മേലും എന്റെ രാജ്യത്തിന്റെ മേലും ഒരു വലിയ പാപം വരുത്തുവാൻ ഞാൻ നിന്നോട് എന്തു ദ്രോഹമാണ് ചെയ്തത്? ന്യായമായ ചോദ്യം. അപ്പോ അബ്രഹാം വീണ്ടും തന്റെ ഭയം പറയുന്നു. ഈ സ്ഥലത്ത് ദൈവഭയമില്ല, എന്റെ ഭാര്യ കാരണം എന്നെ കൊല്ലുമെന്ന് ഞാൻ കരുതി. ഭാഗിക സത്യം വീണ്ടും പറയുന്നു. അവൾ എന്റെ അർദ്ധസഹോദരിയാണ്. ഒരു തരത്തിൽ സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അബീമേലെക്കിന്റെ പ്രതികരണം നോക്കൂ. അവിടെയാണ് വീണ്ടും നമ്മൾ അത്ഭുതപ്പെടുന്നത്. അതെ, അദ്ദേഹം കോപിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യുന്നില്ല. പകരം വലിയ ഔദാര്യമാണ് കാണിക്കുന്നത്. സാറയെ ഒരു കളങ്കവും കൂടാതെ തിരികെ ഏൽപ്പിക്കുന്നു. അതും പോരാഞ്ഞ് 1000 വെള്ളിപ്പണം, ആടുമാടുകൾ, ദാസിദാസന്മാർ ഇതൊക്കെ സമ്മാനമായി കൊടുക്കുന്നു. പിന്നെ ഇതാ എന്റെ ദേശം നിന്റെ മുമ്പിലുണ്ട്, നിനക്ക് ഇഷ്ടമുള്ളിടത്ത് താമസിക്കാം എന്ന് വാഗ്ദാനവും ചെയ്യുന്നു. എന്തൊരു വലിയ മനസ്സ്! വഞ്ചനയ്ക്ക് പകരം ഇത്രയും വലിയൊരു ഔദാര്യം. അതെ, ശത്രുതയ്ക്ക് പകരം സമാധാനം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. അതിനുമൊപ്പം അദ്ദേഹം അബ്രഹാമിനോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. എന്താണത്? തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അബ്രഹാം ഒരു പ്രവാചകനാണെന്നും ദൈവവുമായി ബന്ധമുള്ള ആളാണെന്നും അബീമേലെക്ക് തിരിച്ചറിയുന്നു. അത് പ്രധാനപ്പെട്ടതാണ്. അബ്രഹാമിന്റെ വീഴ്ചകളിലും അവന്റെ ദൈവവുമായുള്ള ബന്ധത്തെ ആ രാജാവ് മാനിക്കുന്നു. അതെ, അപ്പൊ അബ്രഹാം അബീമേലെക്കിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചപ്പോൾ എന്തുണ്ടായി? ദൈവം ആ ഭവനത്തിലെ സ്ത്രീകളുടെ അടഞ്ഞ ഗർഭപാത്രങ്ങൾ തുറന്ന് അവർക്ക് സൗഖ്യം നൽകി. അപ്പോ അബ്രഹാമിന്റെ നുണ ഒരു ശാപം കൊണ്ടുവന്നു. എന്നാൽ അവന്റെ തന്നെ പ്രാർത്ഥന ആ ശാപത്തെ മാറ്റി അനുഗ്രഹമാക്കി. കൃത്യമായി ദൈവകൃപ അവിടെ പ്രവർത്തിച്ചു. അപ്പോ ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് ഇന്നത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലേ? തീർച്ചയായും. ഒന്നാമതായി, ഭയം നമ്മളെ എങ്ങനെയൊക്കെ വഴിതെറ്റിക്കാം എന്നുള്ളത്. ഭയം നയിക്കുന്ന വഞ്ചനയുടെ അപകടം. ആ ഒരു ചെറിയ നുണ, ആ ഭാഗിക സത്യം, അതെത്ര വലിയ പ്രശ്നങ്ങളിലേക്കാണ് നയിച്ചത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ ജോലിസ്ഥലത്ത് അല്ലെങ്കിൽ ബന്ധങ്ങളിൽ ഭയം കാരണം നമ്മൾ സത്യം മറച്ചുവെക്കാൻ ശ്രമിക്കാറില്ലേ? ചിലപ്പോൾ ഒരു ജോലി കിട്ടാൻ വേണ്ടി അപേക്ഷയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നത്, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പകുതി സത്യം പറയുന്നത്. അതെ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ കള്ളത്തരങ്ങൾക്ക് പകരം പ്രാർത്ഥന തിരഞ്ഞെടുക്കാൻ, ദൈവത്തിന്റെ ആ പരമാധികാരത്തിൽ ആശ്രയിക്കാൻ നമുക്ക് കഴിയുമോ? അതൊരു വലിയ വെല്ലുവിളിയാണ്. രണ്ടാമത്തെ പാഠം എന്താണ്? ആ അപ്രതീക്ഷിത നീതിയും അത് നമ്മിൽ ഉണ്ടാക്കേണ്ട വിനയവും. അബീമേലെക്കിന്റെ കാര്യം. അതെ, നമ്മൾ പുറത്തുള്ളവർ എന്ന് മുദ്രകുത്തുന്നവരിലും വലിയ നന്മയും നീതിബോധവും ഉണ്ടാകാം. ഞാനാണ് ശരി, എന്റെ കൂട്ടരാണ് ശരി എന്നുള്ള ചിന്ത, അത് മാറ്റിവെക്കണം. മറ്റുള്ളവരിലെ നന്മ കാണാൻ ശ്രമിക്കണം. വിനയത്തോടെ അവരിൽ നിന്ന് പഠിക്കാൻ തയ്യാറാകണം. അബ്രഹാം മുൻവിധി എഴുതിയെങ്കിലും അവസാനം അബീമേലെക്കിനു വേണ്ടി പ്രാർത്ഥിച്ചു. അതുപോലെ നമ്മൾ തെറ്റിദ്ധരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. മൂന്നാമതായി, എന്ത് പാഠമാണ് ഈ അധ്യായം നൽകുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട പാഠം അതാണ്: ദൈവത്തിന്റെ വിശ്വസ്തത, അവന്റെ വാഗ്ദാനങ്ങളോടുള്ള വിശ്വസ്തത. അബ്രഹാം തെറ്റു ചെയ്തിട്ടും. അതെ, അബ്രഹാമിന്റെ വലിയ വീഴ്ചയ്ക്കിടയിലും ദൈവം തന്റെ പ്ലാൻ ഉപേക്ഷിച്ചില്ല. സാറയിലൂടെ വരാനിരിക്കുന്ന ആ വാഗ്ദത്ത സന്തതിയെ, ഇസ്ഹാക്കിനെ, ദൈവം സംരക്ഷിച്ചു. സ്വപ്നത്തിലൂടെയും അടഞ്ഞ ഗർഭപാത്രങ്ങളിലൂടെയും ദൈവം ഇടപെട്ടു. ഈ കരുണ അബ്രഹാം അർഹിച്ചിട്ടല്ല കിട്ടിയത്. അത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വിശ്വസ്തതയിൽ നിന്ന് വന്നതാണ്. ഇത് നമുക്കെല്ലാവർക്കും വലിയൊരുറപ്പാണ്. നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങൾ, തെറ്റായ തീരുമാനങ്ങൾ, വീഴ്ചകൾ, അതൊന്നും ദൈവത്തിന്റെ നമ്മെക്കുറിച്ചുള്ള വലിയ പദ്ധതിയെ തകർക്കുന്നില്ല. അവന്റെ കൃപ നമ്മെ പിന്തുടരും. അവൻ നമ്മെ വഴിതിരിച്ചുവിടും, തിന്മയെ തടയും, വീണ്ടെടുക്കും. യേശുവിലൂടെ ആ സംരക്ഷണം നമുക്ക് പൂർണ്ണമായി ലഭിക്കുന്നു. നാലാമതൊരു പാഠം കൂടിയുണ്ടല്ലേ? ഉണ്ട്, ആ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി. അബ്രഹാം അബീമേലെക്കിനു വേണ്ടി പ്രാർത്ഥിച്ചത്. അതെ, ആ പ്രാർത്ഥന അവിടെ സൗഖ്യം കൊണ്ടുവന്നു, അനുരഞ്ജനം കൊണ്ടുവന്നു.
ശാപം നീങ്ങിപ്പോയി. നമ്മുടെ ലോകത്തിൽ എത്ര തെറ്റിദ്ധാരണകളുണ്ട്! കുടുംബങ്ങളില്, ജോലിസ്ഥലങ്ങളിൽ, സമൂഹത്തിൽ. ഈ പിണക്കങ്ങൾക്കിടയിൽ പ്രതിരോധത്തിന്റെ മതിലുകൾ പണിയുന്നതിന് പകരം പ്രാർത്ഥനയുടെ ഒരു പാലം പണിയാൻ, ഒരു മധ്യസ്ഥനായി നിൽക്കാൻ ദൈവം നമ്മെ വിളിക്കുന്നു. നമ്മെ ദ്രോഹിച്ചവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. നീതിയില്ലാത്ത കാര്യങ്ങൾ കാണുമ്പോൾ അതിനെതിരെ പ്രാർത്ഥനയിൽ പോരാടുക. നമ്മുടെ പ്രതികരണങ്ങൾക്ക് ശാപങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റാൻ കഴിയും. അപ്പോ ഈ 4 കാര്യങ്ങൾ: ഭയത്തെ അതിജീവിക്കുന്ന സത്യസന്ധത, മറ്റുള്ളവരെ അംഗീകരിക്കുന്ന വിനയം, ദൈവവിശ്വസ്തതയിലുള്ള ആശ്രയം, അനുരഞ്ജനത്തിന്റെ പ്രാർത്ഥന. അതെ, ഉൽപ്പത്തി 20 നമുക്ക് നൽകുന്ന വലിയ പാഠങ്ങളാണിവ. ഈ അധ്യായം ശരിക്കും ഒരു കണ്ണാടിയാണ്. നമ്മുടെ കുറവുകൾ, ഭയങ്ങൾ, മുൻവിധികൾ ഒക്കെ അതിൽ കാണാം. അതോടൊപ്പം അതൊരു വഴികാട്ടിയുമാണ്, കുറച്ചുകൂടി നല്ലൊരു വഴിയിലേക്ക്, ദൈവത്തെയും മറ്റുള്ളവരെയും ബഹുമാനിക്കുന്നൊരു ജീവിതത്തിലേക്ക് അത് നമ്മെ നയിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ഗെരാറുകൾ ഏതൊക്കെയാണ്? ചിലപ്പോൾ അതൊരു പുതിയ ജോലിയാകാം, ഒരു പുതിയ ബന്ധമാകാം, ഒരു പ്രതിസന്ധിയാകാം. അപരിചിതമായ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ ഭയത്തിന് കീഴടങ്ങാതെ സത്യത്തിൽ നിൽക്കാനും വിനയത്തോടെ പെരുമാറാനും എല്ലാത്തിനും ഉപരിയായി ദൈവത്തിൽ ആശ്രയിക്കാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവത്തിന്റെ വിശ്വസ്തത നമ്മുടെ എല്ലാ ബലഹീനതകളെയും അതിജീവിക്കും എന്ന് ഉറപ്പോടെ മുന്നോട്ടു പോകാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ഈ ചിന്തകൾ ഉപസംഹരിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങളുടെ ബലഹീനതകളെ നന്നായി അറിയുന്നവനാണല്ലോ. ഞങ്ങളുടെ ഉള്ളിലെ ഭയങ്ങളെ അങ്ങ് കാണുന്നു. അങ്ങയുടെ അത്ഭുതകരമായ വിശ്വസ്തതയ്ക്കും ഒരിക്കലും അവസാനിക്കാത്ത കരുണയ്ക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, പലപ്പോഴും അബ്രഹാമിനെ പോലെ ഭയം ഞങ്ങളെ ഭരിക്കുമ്പോൾ ഞങ്ങൾ തെറ്റായ വഴികളിലേക്ക് പോയിട്ടുണ്ട്. ഭാഗിക സത്യങ്ങൾ പറഞ്ഞ്, കള്ളങ്ങൾ പറഞ്ഞ് സ്വയം രക്ഷിക്കാൻ ശ്രമിച്ച നിമിഷങ്ങൾക്കായി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളോട് ക്ഷമിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണമേ. പ്രതിസന്ധികൾ വരുമ്പോൾ, ഭയം ഞങ്ങളെ കീഴടക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങയിൽ ആശ്രയിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. സത്യം ധൈര്യത്തോടെ സംസാരിക്കാനുള്ള ശക്തി നൽകണമേ. കർത്താവേ, മറ്റുള്ളവരെ മുൻവിധിയോടെ കാണുന്ന സ്വഭാവം ഞങ്ങളിൽ നിന്ന് മാറ്റണമേ. അഭിമേലെക്കിൽ അങ്ങ് നീതി കണ്ടതുപോലെ ഞങ്ങൾ പുറത്തുള്ളവർ എന്ന് കരുതുന്നവരിലെയും നന്മ കാണാനും അവരോട് വിനയത്തോട് പെരുമാറാനും അവർക്കായി പ്രാർത്ഥിക്കാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ എത്ര വലിയ വീഴ്ചകളിലും ഞങ്ങളെ കൈവിടാതെ ചേർത്തു പിടിക്കുന്ന അങ്ങയുടെ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. സാറയെയും അങ്ങയുടെ വാഗ്ദത്തത്തെയും അങ്ങ് കാത്തുസൂക്ഷിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലെ അങ്ങയുടെ പദ്ധതികളെയും പൂർത്തീകരിക്കണമേ. തെറ്റിദ്ധാരണകളും മുറിവുകളും ഉള്ളിടത്ത് സമാധാനം സ്ഥാപിക്കുന്നവരായി, അനുരഞ്ജനത്തിന്റെ ദൂതന്മാരായി, മറ്റുള്ളവർക്കായി മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥരായി ഞങ്ങളെ മാറ്റണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് നൽകിയ വീണ്ടെടുപ്പിനും സൗഖ്യത്തിനും അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ കൃപയിൽ ഓരോ ദിവസവും ആശ്രയിച്ച് വിശ്വാസത്തിൽ വളർന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഇന്നത്തെ ഈ വചനചിന്തകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഞങ്ങളെ എഴുതി അറിയിക്കണം. ഞങ്ങളുടെ ഇമെയിൽ വിലാസം ഓർക്കുമല്ലോ, soulfulscriptures@gmail.com. നിങ്ങളുടെ ഓരോ സന്ദേശവും ഞങ്ങൾക്ക് ശരിക്കും വളരെ വിലപ്പെട്ടതാണ്. ഓർക്കുക, സോൾഫുൾ സ്ക്രിപ്റ്റേഴ്സ് എവറിഡേയുടെ ഈ ബൈബിൾ പഠന പരമ്പര എല്ലാ ഞായറാഴ്ചകളിലുമാണ് നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കുന്നത്. അപ്പോ അടുത്ത ആഴ്ച പുതിയൊരു ദൈവവചന ചിന്തയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും സർവശക്തനായ ദൈവത്തിന്റെ കൃപയും സമാധാനവും നേരുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.